യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചു വന്നത്. ഇളകാത്ത രാജ്യം. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അതിനോട് ചേർത്ത് 13-ാം അധ്യായം 14-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിലനിൽക്കുന്നതായ രാജ്യം, ഇളകാത്ത രാജ്യം, അതിവിടെ അല്ല എന്ന് തന്നെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് വീടുകളുണ്ട്, ഇവിടെ നമുക്ക് ദേവാലയങ്ങളുണ്ട്, ഇവിടെ നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരതയുള്ളതല്ല, ഇതൊന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല. ഇതെല്ലാം ഏതാനും കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നാമും അത്രയേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിലനിൽക്കുന്നതായ ഒരു രാജ്യമുണ്ട് എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് ഈ നിലനിൽക്കുന്നതായ രാജ്യം? നമ്മുടെ കർത്താവായ യേശുവിനെ സ്നേഹിച്ച് അവനോടുകൂടെ ജീവിക്കേണ്ടതിന് വേണ്ടി പാപത്തോട് പോരാടി ജീവിതത്തിൽ ആ സമർപ്പണമെടുത്ത് മുന്നോട്ട് വരുന്നവർക്കാണ് ഇളകാത്ത രാജ്യം പ്രാപിക്കാനായിട്ട് സാധിക്കുക. എന്നാൽ ഇളകാത്ത രാജ്യമെന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് സ്വർഗരാജ്യമാണ്, അത് സ്വർഗീയ സൗഭാഗ്യ തീരമാണ്. നമുക്കറിയാം, നാം പരിശുദ്ധ ദേവാലയങ്ങളോടെല്ലാം ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ കാഴ്ചപ്പാട് സ്വർഗരാജ്യം ആ സഭയിൽ മെമ്പർഷിപ്പുള്ള എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. അതിന് ഏതാനും ചില ചടങ്ങുകൾ ആചരിക്കണം, ഏതാനും ചില കർമ്മങ്ങൾ നടത്തണം. ആ കർമ്മങ്ങൾ നടത്തിയാൽ എല്ലാവർക്കും, ആ സഭയിലുള്ള എല്ലാവർക്കും ദൈവരാജ്യം കിട്ടുമെന്നാണ് നമുക്കവിടെ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നവീകരണ സഭകളുണ്ട്, അവരുടെയും ചേർന്ന് വരുമ്പോൾ അവരിൽ നിന്നും കിട്ടുന്നതായ ആശയം നാം വേറെ ചില ചടങ്ങുകൾ ആചരിക്കണം. ഏതാനും ചടങ്ങുകൾ തന്നെ അവിടെയും ചില കർമ്മങ്ങൾ ആചരിക്കണം. ആ കർമ്മങ്ങൾ ആചരിച്ചാൽ നമുക്ക് ദൈവരാജ്യം നഷ്ടമാകുകയില്ല. പിന്നെ അതിനേക്കാൾ ഉപരിയായി അവർ, നവീകരണ സഭയിലുള്ളവർ പഠിപ്പിക്കുന്നത്, ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തേക്കാൾ ഉപരി ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്ത് നാം എത്രയും അനുഗ്രഹങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. എ ബ്ലെസ്സിങ് ഗ്രാബർ എന്ന് പറയും. ഗ്രാബർ എന്ന് വെച്ചാൽ നേടിയെടുക്കുന്നവനാകുക, അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നവനാകുക, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നവനാകുക എന്നുള്ളതാണ് അവിടെ നിന്ന് പ്രധാനമായി നമുക്ക് കിട്ടുന്ന സന്ദേശം. അപ്പോൾ പുരാതന സഭകളായാലും നവീന സഭകളായാലും രണ്ടു കൂട്ടരും ഹൃദയത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഹൃദയം എങ്ങനെയുള്ളതായാലും ദൈവരാജ്യം കിട്ടുമെന്നുള്ളതാണ്. ഹൃദയം എങ്ങനെയുള്ളതായാലും ചില ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠിച്ചാൽ മനുഷ്യർക്ക് ദൈവരാജ്യം കിട്ടും. നാം വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവരാജ്യം, ആ ഇളകാത്ത രാജ്യം പ്രാപിച്ചവരെ നമുക്ക് കാണാം. അവഗണിച്ച് അത് വേണ്ട എന്ന് വെച്ച് ജീവിച്ചവരെ നമുക്ക് കാണാം. ചിലരെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ദൈവരാജ്യം വേണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. ഇവരുടെ എല്ലാം വിശേഷണം നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 11-ാം അധ്യായം അത് വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. വിശ്വാസ വീരന്മാർ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സവിശേഷത, വലിയ യുദ്ധ സാമർഥ്യമുള്ളതായിട്ടൊക്കെ നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷേ വിശ്വാസ വീരന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെടാത്തവരെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കർത്താവായ യേശുക്രിസ്തുവിനോട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് അവർക്കുണ്ടായതായ ആദ്യ സ്നേഹം, വിവാഹിതർക്കറിയാം, വിവാഹം കഴിക്കുന്ന കാലത്തുണ്ടാകുന്ന ആദ്യ സ്നേഹം അത് പിന്നീട് കുറഞ്ഞു വരുന്നതായിട്ടും അറിയാം. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം മനസ്വാന്തരപ്പെട്ട് വരുമ്പോൾ ഒരാദ്യ സ്നേഹമുണ്ട്. ആ ആദ്യ സ്നേഹം
അനേകർക്കും നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ആദ്യസ്നേഹം നഷ്ടപ്പെടാത്തവരുമുണ്ട്, നഷ്ടപ്പെടുത്താത്തവരുമുണ്ട്. ആ നഷ്ടപ്പെടുത്താത്തവരെയാണ് വിശ്വാസ വീരന്മാരെന്ന് പറയുന്നത്. ഇബ്രാലേഖനം 11 അധ്യായം 9, 10 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അവിടെ നാം അബ്രഹാം പിതാവിനെയും നാം ഗോത്രപിതാക്കന്മാരെക്കുറിച്ച് വായിക്കുന്നു. നമുക്ക് കേൾക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളെ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അതെ, ഇളകാത്ത രാജ്യത്തിന് വേണ്ടി ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അതിൻ്റെ 13 വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗോത്രപിതാവായ യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ പരദേശപ്രയാണ കാലമെന്ന്. അബ്രഹാം പിതാവും ഇസഹാക്കും യാക്കോബും അബ്രഹാം പിതാവിൻ്റെ ഭാര്യയായ സാറായും ഇവരെല്ലാവരും തന്നെ തങ്ങൾ ഈ ഭൂമിയിൽ പരദേശികളാണ് എന്നുള്ളതായ ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവരാണ്. ഞങ്ങൾ ഈ ഭൂമിയിൽ സ്ഥിരവാസമുള്ളവരല്ല. അവർ കനാൻ നാട് അവകാശമാക്കി. അവർക്ക് ആട്ടിൻകൂട്ടങ്ങളുണ്ടായിരുന്നു, കൃഷിയിടങ്ങളുണ്ടായിരുന്നു, അവരുടേതായ ഉപജീവന മാർഗങ്ങളായിരുന്നു. എല്ലാം അവരുടെ കൂടാരങ്ങളുണ്ടായിരുന്നു, അവർ വിവാഹം കഴിച്ചിരുന്നു, അവരുടെ മക്കളുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തെ ഭരിച്ചിരുന്നതായൊരു ചിന്തയുണ്ട്, ഞങ്ങൾ പരദേശവാസികളാണ്. നമുക്കറിയാം, അബ്രഹാമാണ് എബ്രായൻ എന്നറിയപ്പെടുന്നത്. എബ്രായൻ എന്ന് പറഞ്ഞാൽ നദി കടന്നവനാണെന്നർത്ഥം. അബ്രഹാം പിതാവ് കൽദയരുടെ ഊരിൽ നിന്ന് യൂഫ്രട്ടീസ് നദി കടന്നാണ് കനാൻ നാട്ടിലേക്ക് വന്നത് എന്നാണ് നാം വായിക്കുന്നത്. ഒരിക്കൽ നദി കടന്നവൻ, അതാണ് എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നാം ഇവിടെ വായിച്ച വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അബ്രഹാം പിതാവും ഇസഹാക്കും ഈ യാക്കോബ് പിതാവും എല്ലാം ഇനി മരണയോർദാൻ എന്ന അടുത്ത നദിയും കൂടെ കടക്കാനുള്ളതായ ഒരുക്കത്തോടു കൂടെയാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അവർ ഈ ഭൂമിയിലേക്ക് ഇതൊരു സ്ഥിരവാസമായി അവർ കണക്കാക്കിയേയില്ല. അവർ വിവാഹം കഴിച്ചു, മക്കള്, സമ്പാദ്യം ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അവരുടെ ജീവിതഗതി ഞങ്ങൾ ഈ സ്ഥലത്ത് സ്ഥിരതാമസമില്ലാത്തവരാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് അവർ ജീവിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് വാസ്തവത്തിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരുടെ ആ ഹൃദയത്തിലെ നിശ്ചയം. അതാണ് ഹൃദയത്തിലെ നിശ്ചയം. അതാണ് എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് അവർ വിട്ടുപിരിഞ്ഞാണ് ജീവിച്ചത്. അവർ ഈ ഭൂമിയിലാണ് ജീവിച്ചത്, പക്ഷേ ആ ഹൃദയം കൊണ്ട് അവർ ഈ ഭൂമി വിട്ടാണ് ജീവിച്ചത്. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ അവർക്ക് ഈ ഭൂമിയിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വിടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതായി ഒരു ബന്ധങ്ങളാകട്ടെ, ഒരു സമ്പാദ്യമാകട്ടെ, ഒരു വരുമാനമാകട്ടെ, വിടാൻ പറ്റാത്തതായിട്ട് അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ലോത്തിൻ്റെ ഭാര്യയെ നാം വായിക്കുന്നുണ്ട്. അവളും ഓടിയതാണ്. ദൈവം ഓടാൻ പറഞ്ഞപ്പോൾ സ്വദോം ഗോമോറ വിട്ട് അവൾ ഓടിയെങ്കിലും അവൾ തിരിഞ്ഞു നോക്കി. കാരണം അവൾക്ക് വിടാൻ പറ്റാത്തതായി, ഹൃദയം കൊണ്ട് വിടാൻ പറ്റാത്തതായി ചിലതെല്ലാം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് വിടാൻ പറ്റാത്തതായി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ലോകത്തിലുണ്ടോ? ഏതെങ്കിലും പണമോ ധനമോ എസ്റ്റേറ്റോ ബിസിനസ്സോ, അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു സംഘടനയോടോ സഭയോടോ ഏതെങ്കിലുമുള്ളതായ ഒരു വലിയ വിഗ്രഹം പോലത്തെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ? ഒരു വിഗ്രഹ ബന്ധമുള്ളപ്പോഴാണ് നമുക്ക് വിട്ടുപിരിയാൻ സാധ്യമല്ലാതെ വരുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ഭാര്യയെ, ഭർത്താവിനെ, മക്കളെയൊക്കെ തരുന്നു. ഇതെല്ലാം നമുക്കുള്ളപ്പോൾ തന്നെ നമുക്കറിയാം നാം വിട്ടുപിരിയേണ്ടവരാണ്. പക്ഷേ വിട്ടുപിരിയാൻ പറ്റാത്ത വണ്ണമുള്ളതായ ഒരു വിഗ്രഹം പോലെ വരുമ്പോഴാണ് അതൊരു ബന്ധനമായിട്ട് മാറുന്നത്. പുത്രപിതാക്കന്മാർക്ക് വിട്ടുപിരിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, പക്ഷെ വിട്ടുപിരിയാൻ ഒരു മനസ്സ് കുറവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഗോത്രപിതാക്കന്മാരും വിശ്വാസ വീരന്മാരും ആദ്യസ്നേഹം നഷ്ടപ്പെടാത്ത ദൈവമക്കളെല്ലാം വിട്ടുപിരിയാനുള്ളതായ പ്രയാസം അവർക്ക് ഒരിക്കലും അനുഭവപ്പെട്ടില്ല. അവരെല്ലാം അനുഭവിച്ചു എന്നുള്ളത് ശരിയാണ്.
ഈ ഭൂമിയിൽ ദൈവം കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും അവരനുഭവിച്ചു. പക്ഷേ അതേ സമയം തന്നെ വിട്ടുപിരിയുന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് വിട്ടുപിരിയാനുള്ളതായ ഒരു വലിയ വിമ്മിഷ്ടമോ പ്രയാസമോ, ഇല്ല ഞാൻ വിട്ടുപിരിയില്ല എന്നുള്ളതായ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ? ദൈവം തരുന്നു. ദൈവം തന്നതായ എന്തെങ്കിലുമൊക്കെ, നമ്മുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ പദവികളോ എന്തുമാകട്ടെ, എല്ലാം വിട്ടുപിരിയാനുള്ളതായ ഒരു മനസ്സോടുകൂടെ വേണം നാം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയും, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യമാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന്, എൻ്റെ കയ്യിലുണ്ടെന്നാണ് യേശു പറഞ്ഞത്. നമുക്ക് ആ വാക്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കിങ്ങനെ പറയാം, എപ്പോൾ മരിക്കണമെന്നുള്ളത് ദൈവം നിശ്ചയിക്കും. നാം എവിടെ വെച്ച് മരിക്കണം, എപ്പോൾ മരിക്കണം, ഏത് പ്രായത്തിൽ, ഏത് സാഹചര്യത്തിൽ മരിക്കണം എന്നുള്ളത് നമ്മളല്ല നിശ്ചയിക്കുന്നത്. നമ്മളോട് ബന്ധപ്പെട്ട ആരുമല്ല നിശ്ചയിക്കുന്നത്. അത് നിശ്ചയിക്കുന്നത് നമ്മുടെ രക്ഷകനായ, നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെ, കർത്താവായ യേശുക്രിസ്തുവാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലൊരു താക്കോലുണ്ട്. ഏതാണ് ആ താക്കോല്? അത് നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോലാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ആ ഹൃദയത്തിലേക്ക് ആര് വേണം? അവിടെ യേശു വേണമോ? അവിടെ സാത്താൻ വേണമോ? അവിടെ തന്നിഷ്ടം വേണമോ? അവിടെ ദൈവേഷ്ടം വേണമോ? അവിടെ സുഖലോലുപത വേണമോ? അതോ ഒരു സ്വഭാവ ശ്രേഷ്ഠത വേണമോ? ഏത് വേണം? നമ്മുടെ ഹൃദയത്തെ ആര് ഭരിക്കണം? എൻ്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കണം? എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടുനടക്കേണ്ടതായ വിചാരങ്ങൾ, ചിന്തകൾ ഏതാണെന്ന് നിശ്ചയിക്കാനുള്ളതായ ആ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്. അത് ദൈവം മനുഷ്യനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ താക്കോൽ ഒരിക്കലും മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിത്യത എവിടെ കഴിക്കണമെന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ എവിടെ ജീവിക്കണം, ഏതവസ്ഥയിൽ ജീവിക്കണം? സമാധാന ദേശത്ത് വേണമോ? അതോ സാത്താനോട് കൂടെയുള്ളതായ ആ ലോകത്ത് വേണമോ? അതോ യേശുവിനോട് കൂടിയുള്ള ലോകത്ത് വേണമോ? അത് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അതിൻ്റെ താക്കോൽ ദൈവം മനുഷ്യൻ്റെ കയ്യിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയതായിട്ട് നിങ്ങളും പാടിയിട്ടുണ്ടല്ലോ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണൊരു ഭക്തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു ഭക്തൻ ഇളകാത്ത രാജ്യം നോക്കിപ്പാർത്തിരിക്കുന്നവനാണ്. കർത്താവായ യേശുവിൻ്റെ വരവ് നോക്കിപ്പാർത്തുകൊണ്ടിരിക്കുന്നവനാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ആ ഇളകാത്ത രാജ്യം നാം ഓരോരുത്തരും പ്രാപിക്കുന്നത്. പഴയ നിയമം പിന്നെയും നാം വേദപുസ്തകം നോക്കിയാൽ യൗസേപ്പിനെ കാണാം, ദാനിയേലിനെ കാണാം, ഇഫ്താഹിനെ കാണാം, അപ്പോസ്തലനായ പൗലൂസിനെ കാണാം, ഭക്തന്മാരായ ആളുകളെ കാണാം. അവരെല്ലാം ഈ ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്ന് കാണാമെന്നുള്ളതായ ആ ചിന്തയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ് അവരെല്ലാവരും. എസ്തേർ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു, സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. ദൈവം അവളെ ഒരു രാജകൊട്ടാരത്തിലാണ് എത്തിച്ചത്. ഒരിക്കലും ഒരു രാജാവിൻ്റെ പത്നിയാവരുതെന്നോ പട്ടമഹർഷിയാകരുതെന്നോ ഒന്നും ദൈവം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദൈവം അവളുടെ സൗന്ദര്യം അതനുസരിച്ച് അവൾ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായിട്ട് തീർന്നു. അതൊന്നും ദൈവത്തിന് വിരോധമുള്ള കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, നാം ഒരു സമ്പന്ന ഗൃഹത്തിൽ ജീവിക്കുന്നോ, ഒരു സമ്പത്തിന് ഉടമയായി തീരുന്നോ, ഒരു പദവിയിലെത്തുന്നോ, ഇതൊന്നും ദൈവത്തിന് വിരോധമുള്ളതായ ഒരു കാര്യമേ അല്ല. എസ്തേർ ആ സ്ഥലത്തെത്തി. പക്ഷേ അവിടെ അവൾ ഒരു വലിയ സമർപ്പണത്തിലേക്ക് വരുന്നതായി നാം കാണുന്നുണ്ട്. എന്താണ് അവളുടെ സമർപ്പണം? അവളുടെ ഭർത്താവ് രാജ്യം ഭരിക്കുന്ന രാജാവാണ്. പക്ഷേ
ആ പദവിയിൽ ഇരിക്കുമ്പോഴും അവരുടെ ആത്മാവ് നഷ്ടപ്പെടരുത്, അവരുടെ നിത്യത നഷ്ടപ്പെടരുത്. അതുകൊണ്ട് അവൾക്ക് കർത്താവിനോടുള്ളതായ ആ സ്നേഹം നഷ്ടപ്പെടരുത്. അതുകൊണ്ട് അവളുടെ ചാർച്ചക്കാരോടും അവളെ ഉപദേശിച്ചതായ അവളുടെ വളർത്തുപപ്പനായ മൊർദെഖായിയോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ധനവും മാനവും പദവിയും എല്ലാം വർദ്ധിക്കും തോറും ദൈവരാജ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ്. നാം ഒരു ഉന്നത സ്ഥാനത്ത് എത്തും തോറും ദൈവരാജ്യമെന്ന ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ആ ദൈവരാജ്യത്തിന് വേണ്ടി പാപത്തോട് പോരാടാനും ആ ദൈവരാജ്യം ലക്ഷ്യമാക്കി സുഖസൗകര്യങ്ങളെ ഉപേക്ഷിക്കാനും നമുക്ക് തടസ്സം കൂടുതലാണ്. അതുകൊണ്ടാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസമെന്ന് കർത്താവ് പറഞ്ഞത്. പക്ഷേ എസ്തേർ അങ്ങനെ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. എസ്തേർ ഒഴുക്കിനെതിരെ തന്നെ ഓടാൻ തീരുമാനിച്ച ഒരു സൗന്ദര്യയായ സ്ത്രീയായിരുന്നു. അവൾ ഉപവാസം എടുത്തു, അവളോട് ചേർന്നുള്ളവർ ഉപവാസം എടുത്തു. അവൾ കർത്താവിൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മോശയെ നാം കാണുന്നു. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. ഫറവോനാകരുതെന്ന് ഒരിക്കലും, ഇനി അടുത്ത ഒരു ഫറവോനാകരുതെന്ന് ദൈവം ഒരിക്കലും മോശയോട് പറഞ്ഞില്ല. നീ ഒരിക്കലും ഫറവോനാകരുത്, നീ ആ സ്ഥാനം എടുക്കരുത്, അവിടുത്തെ സമ്പത്ത് എടുക്കരുത്, ഇതൊന്നും ദൈവം അവനോട് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെയൊന്നും മനുഷ്യനെ പൂട്ടിക്കെട്ടുന്നവനല്ല. ദൈവം മനുഷ്യനെ കൂച്ചുവലം കിടുന്നവനല്ല. ദൈവം മോശയ്ക്ക് എല്ലാ അവസരങ്ങളും കൊടുത്തിരുന്നു. ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തു. അവനെ അവൻ്റെ ശിശുവായിരുന്ന കാലത്ത് അവനെ രക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ വളർന്നു വന്നപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ മിസ്രയീം കൊട്ടാരത്തിൽ മോശ വളരുന്നു. അവന് കരഗതമായൊരു സ്ഥാനമാണ് അടുത്ത ഫറവോൻ എന്നുള്ളതായ സ്ഥാനം. ദൈവം ഒരഭിപ്രായവും പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല, വേണ്ട എന്നും പറഞ്ഞില്ല. പക്ഷേ മോശ തന്നെത്താൻ തീരുമാനിച്ചു, ഒഴുക്കിനെതിരെ ഒഴുകണം. അഥവാ ആ ഫറവോൻ്റെ കൊട്ടാരത്തിലെ ആ പദവിയും മ്ലേച്ഛതയും അല്ല, ക്രിസ്തുവിനോടുകൂടെയുള്ളതായി നിന്ന, അതാണ് എനിക്ക് വേണ്ടതെന്ന്, ഇളകാത്ത രാജ്യമാണ് എനിക്ക് വേണ്ടതെന്ന് മോശ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഒരു ജനനായകനാകാൻ വേണ്ടിയല്ല മോശ മിസ്രയീം കൊട്ടാരം വിട്ട് ഓടിയത്. എന്നുവെച്ചാൽ ഈ ഫറവോൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നോ ഇസ്രായേൽ മക്കളുടെ ഒരു നായകനായിട്ട് അവരെ കനാൻ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരാളാകണമെന്നുള്ള ഒരു ജനനായകനായി തീരണമെന്നോ യാതൊരു ആഗ്രഹവും മോശയ്ക്കുണ്ടായിരുന്നില്ല. മിസ്രയീം കൊട്ടാരം വിട്ട് പോകുമ്പോൾ ഏതായാലും എനിക്ക് മിസ്രയീമിൽ നിക്ഷേപം വേണ്ട, ആ പദവി എനിക്ക് വേണ്ട, അത്രയും മാത്രമേ മോശയുടെ ഹൃദയത്തിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ നല്ല ഹൃദയത്തെ ദൈവം കണ്ടു, ആ നല്ല സമർപ്പണത്തെ ദൈവം കണ്ടു. അതുകൊണ്ടാണ് ദൈവം അവനെ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാലത്ത് ആ ജനത്തെ കനാൻ നാട്ടിലേക്ക് നടത്താൻ മോശയെ ദൈവം ഉപയോഗിച്ചു. ദൈവമക്കളെ, ജീവനുള്ള ദൈവം അങ്ങനെയാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഇത് കേൾക്കുന്ന പലരും അപ്പന്മാരാണ്, അമ്മമാരാണ്, കാരണവന്മാരാണ്. നിങ്ങളുടെ ഭവനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിൽ ചില സവിശേഷതകൾ കാണണം. നിങ്ങൾ ലോകത്തോട് പറ്റുവാനുമില്ലാത്തവരായിരിക്കണം. നിങ്ങൾ ലോകമോഹങ്ങളുടെ പുറകെ പോകാത്തവരായിരിക്കണം. അങ്ങനെ മോശ ദൈവത്തോടുകൂടെ ജീവിക്കണമെന്നുള്ളതായ സമർപ്പണമുള്ളവനായതുകൊണ്ടാണ് മോശയെ ദൈവം ഇസ്രായേൽ മക്കളുടെ ഒരു നായകനായിട്ട് ഇവിടെ മാറ്റിയെടുക്കുന്നത്. ദൈവമക്കളെ, ഇളകാത്ത രാജ്യം പ്രാപിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോത്രപിതാക്കന്മാർ അത് പ്രാപിച്ചെടുത്തു. അനുഗ്രഹീതരായ ദൈവമക്കൾ അത് പ്രാപിച്ചെടുത്തു. നമുക്കും അത് പ്രാപിക്കാം. എന്ത് ചെയ്യണം? അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യർ 5:24. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതെ, ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, ക്രിസ്തുയേശുവിനുള്ളവരായി തീരുക. ക്രിസ്തുയേശുവിനുള്ളവനാണ്. ഇളകാത്ത രാജ്യം ദൈവത്തിൻ്റെ രാജ്യമാണ്, അത് യേശുവിൻ്റെ രാജ്യമാണ്. ആ രാജ്യം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിനുള്ളവനായി തീരുക. അവൻ എന്ത് ചെയ്യണം? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള ക്രിസ്ത്യാനി 3 കാര്യങ്ങൾ ക്രൂശിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ.
റോമാലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ന്റെ 6 വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതവണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടണം. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഒരു പഴയ മനുഷ്യനുണ്ട്. പുറമേ കാണുന്നതായ ഒരാളത്വമുണ്ട്, പുറമേ കാണുന്ന സ്വഭാവമുണ്ട്. എന്നാൽ അകത്തെ മനുഷ്യനുണ്ട്. അതാണ് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. അതൊരു മത്സര മനോഭാവമുള്ള മനുഷ്യനാണ്. ആദാം മുതൽ എല്ലാ മനുഷ്യർക്കും കിട്ടിയതായ ആദാമ്യ സ്വഭാവമാണത്. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവകൽപ്പനയോടും മത്സരിക്കുക. അവസരം കിട്ടിയാൽ പാപത്തിന് തന്നെ വിട്ടുകൊടുക്കുക. ആ മനോഭാവം എല്ലാവരിലുമുണ്ട്. ആ മനോഭാവത്തെ ക്രൂശിക്കണം. ആ മനോഭാവത്തെ ക്രൂശിക്കണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ ഭാവം നമ്മളിൽ നിന്ന് വരാതെ വണ്ണം നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്കറിയാം, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പ്രതിയെ മരണം വരെ തൂക്കുക എന്നാണ് ന്യായാധിപന്മാർ വിധി പ്രസ്താവിക്കുക. വെറുതെ അവനെ ഒന്ന് തൂക്കാനല്ല വിധിക്കുന്നത്, അവനെ മരണം വരെ തൂക്കിക്കൊല്ലണം. അതുപോലെ ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയെ മരിച്ചുവെന്ന് ഉറപ്പാക്കുന്നത് വരെ ക്രൂശിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടാകും. ആ വ്യക്തി മരിച്ചുവെന്ന് ഉറപ്പാക്കുക എന്നുള്ളത് അവരുടെ കർത്തവ്യമാണ്. അതുവരെയും അവർ ആ ക്രൂശിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട് മനസാന്തരപ്പെട്ട് ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന നാമും നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചുവെന്ന് ഉറപ്പാക്കണം. പഴയ മനുഷ്യൻ്റെ യാതൊരു പ്രകൃതിയും നമ്മളിൽ നിന്ന് വരികയില്ല എന്ന് നാം തന്നെ ഉറപ്പാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. വീണ്ടും നമുക്ക് ഗലാത്യ ലേഖനം 2-20 വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ ക്രൂശീകരണം? അപ്പോസ്തലൻ പറയുന്നത് സ്വയത്തിൻ്റെ ക്രൂശീകരണമാണ്. ഞാനെന്ന ഭാവം. നമുക്കറിയാം, നമ്മുടെ കരുണയുള്ള കർത്താവിന് തൻ്റെ അപ്പോസ്തലന്മാരുടെ കാല് കഴുകാൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യേശുവിന് കഴിയുമായിരുന്നു. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ജീവിച്ചിരുന്ന കാലത്ത് അവന് തൻ്റെ അപ്പോസ്തലന്മാരുടെ കാല് കഴുകാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഇന്ന് നാം ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ എളിമ, ആ താഴ്മ, ആ വിനയം, ആ അത്യാവശ്യ ബോധം, അത്രയും ഞാൻ താഴണമെന്നുള്ള ബോധം, അത്രയും ഞാനൊരു ശുശ്രൂഷക്കാരനാണെന്നുള്ള ബോധം, അത്രയും ഞാൻ മറ്റുള്ളവരെക്കാൾ എളിയവനാണെന്നുള്ളതായ ബോധം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അകത്ത് ഒരു ക്രൂശീകരണം നടക്കണം. ക്രൂശീകരണം നടക്കണം. കാലുകഴുകൽ അഭിനയിക്കാൻ പ്രയാസമില്ല. പക്ഷേ ഒരു കാല് കഴുകുന്ന മനസ്സും മനോഭാവവും ഉണ്ടാകണമെങ്കിൽ അകത്ത് ഞാൻ എന്ന ഭാവം ക്രൂശീകരിക്കപ്പെടണം. മൂന്നാമത് ക്രൂശീകരിക്കേണ്ട എന്താണ്? അതാണ് നാം ചിന്തിച്ചു വന്നത്. ഗലാത്യ ലേഖനം 5-24 വാക്യം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇഷ്ടങ്ങളും മാത്രം പോരാ. നമ്മുടേതായ മോഹങ്ങൾ, നമ്മുടേതായ ആസക്തികൾ, ഇതെല്ലാം ക്രൂശിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മോഹങ്ങളെ ക്രൂശിക്കണം, നമ്മുടെ മോഹചിന്തകളെ ക്രൂശിക്കണം. പ്രവൃത്തി മാത്രം ക്രൂശിക്കപ്പെട്ടാൽ പോരാ. എൻ്റെ ഹൃദയത്തിലേക്ക് ചിന്തകളൊന്നും വരാതെ വണ്ണം നാം ക്രൂശിക്കപ്പെടാനായിട്ട് തയ്യാറാകണം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമർപ്പണമെടുക്കുക, സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ദൈവത്തിന് സ്തോത്രം. സമർപ്പണത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഏറ്റവും ദയനീയ അവസ്ഥ എന്ന് പറയുന്നത്. സമർപ്പണമെടുക്കുക, അതിൽ നിന്ന് പിന്മാറുക. ആ പിന്മാറ്റത്തിൻ്റെ തിക്തഫലം ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്നത് അവൻ്റെ മരണനാഴികയിലായിരിക്കും. അവൻ്റെ മരണനാഴികയിലായിരിക്കും അവൻ്റെ പിന്മാറ്റത്തിൻ്റെ അതിവേദന അവൻ അനുഭവിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ തലവണക്കിരിക്കുന്ന ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. ആദ്യസ്നേഹം നഷ്ടപ്പെട്ട് ആത്മീയ പിന്മാറ്റത്തിലേക്ക് പോയ അനേക വീരന്മാരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവരിൽ ഒരാളായി അധപ്പതിക്കാതെ വണ്ണം
ദൈവരാജ്യം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരാകുവാൻ ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സകല പിന്മാറ്റങ്ങളെയും തിരുരക്തത്തിൻ്റെ ശക്തി കൊണ്ട് ഹൃദയപാപങ്ങളെയും മോഹങ്ങളെയും അവിടുന്ന് ദഹിപ്പിച്ചു തരണമേ. സമർപ്പണത്തിൽ പുതുക്കം തരണമേ. പ്രത്യാശയിൽ ധൈര്യം തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.